ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ചാൽ, നമ്മുടെ ചാനലിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. 12,000 രൂപയ്ക്ക് താഴെ വില വരുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോൺ സജസ്റ്റ് ചെയ്യാമോ, അതേപോലെ തന്നെ ജൂലൈ 2020 ഏതെങ്കിലും ഫോൺ ലോഞ്ചിങ് ഉണ്ടോ, ഞാൻ വെയിറ്റ് ചെയ്യണോ എന്നായിരുന്നു ഒരു ചോദ്യം. ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. നേരെ വീഡിയോയിലേക്ക്. ആദ്യമായിട്ട് ഫസ്റ്റ് ചോദിച്ച ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞേക്കാം. 12,000 രൂപയ്ക്ക് താഴെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോൺ എന്ന് പറയുന്നത് റിയൽമി നാർസോ 10 എന്ന് പറയുന്ന ഫോണാണ്. ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ 6.5 ഇഞ്ചിൻ്റെ ഒരു HD+ ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നത്. ഇതിൽ നമുക്ക് MediaTekന്റെ G80 പ്രോസസ്സർ ലഭിക്കുന്നുണ്ട്. 16 മെഗാ പിക്സലിലാണ് സെൽഫി ക്യാമറ വരുന്നത്. റിയർ സൈഡിലായിട്ട് 48 മെഗാ പിക്സലിൻ്റെ മെയിൻ സെൻസറും 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ സെൻസറും 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസും 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻ്റ് തന്നെ നമുക്ക് വരുന്നത് 4GB RAM 128GB ഇന്റേണൽ ആണ്. ഈ ഒരു ഫോണിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് സിം സ്ലോട്ടൊക്കെ കിട്ടുന്നുണ്ട്. 5000 mAh ബാറ്ററി, 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ നമുക്ക് ലഭിക്കുന്നുണ്ട്. റിയൽമി UI ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് 10 ആണ് ബേസ് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫോണിൻ്റെ ഓവറോൾ സ്പെക്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ. ഈ ഒരു ഫോണിൽ എനിക്കൊരു കുറ്റവാളി തോന്നിയത് ഫുൾ HD+ ഡിസ്പ്ലേ ഇല്ല എന്നത് മാത്രമാണ്. ബാക്കിയെല്ലാം ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും, ബാറ്ററി സെറ്റപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിലും, ഇതിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാം സെറ്റ് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ G80 പറയുന്ന ഒരു പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററി, 18 വാട്ട് ചാർജർ, അങ്ങനെ ഒട്ടുമിക്കെല്ലാം തന്നെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് 12,000 രൂപയ്ക്ക്. ഈ ഒരു ഫോൺ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഫ്ലാഷ് സെയിലൂടെയാണ് വിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലാഷ് സെയിലിൽ എങ്ങനെ പങ്കെടുക്കണം എന്നതിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ ഞാൻ ഇവിടെ ലിങ്ക് കൊടുക്കാം, ഒന്ന് കണ്ടു നോക്ക്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, എൻ്റെ കാണാനായിട്ട് ഞാൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് ഫ്ലാഷ് സെയിലിൽ പങ്കെടുക്കുന്നതിന് മുന്നായിട്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ജൂലൈ 2020 ഏതെങ്കിലും ഫോൺ ഇറങ്ങുന്നുണ്ടോ, വെയിറ്റ് ചെയ്യണമെന്ന്. ജൂലൈ 2020 ഒരു ഫോൺ ഇറങ്ങുന്നുണ്ട്, നമ്മുടെ റെഡ്മിയുടെ നോട്ട് 9 എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ഫോൺ നാർസോ 10 പക്ക എതിരാളിയായിട്ടാണ് ഞാൻ ഇറങ്ങാൻ പോകുന്നത്. പ്രൈസും കാര്യങ്ങളും എപ്പോൾ ലോഞ്ച് ആവും എന്നതിനെ കുറിച്ചൊന്നും ഒരു അറിവുമില്ല. ചിലപ്പോൾ ഈ ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ ലോഞ്ച് ആവാനും സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു മാസത്തിൻ്റെ അവസാനം ലോഞ്ച് ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഫോൺ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു ഫോണിൻ്റെ പ്രൈസിൻ്റെ കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. ചിലപ്പോൾ 12,000 രൂപ ആയിരിക്കാം, അല്ലെങ്കിൽ 12,500 ആയിരിക്കാം, ചിലപ്പോൾ 13,000 രൂപ തന്നെ ആയിരിക്കാം. അപ്പോൾ ഒരു കൺഫർമേഷൻ ഇല്ല ഈ ഒരു പ്രൈസിൻ്റെ കാര്യത്തിൽ. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം ഇന്ത്യ ചൈന ഒരു പ്രശ്നം. ഈ ഒരു പ്രശ്നത്തിൽ ഇന്ത്യ എടുക്കുന്ന ഓരോ സ്റ്റെപ്സും ചൈന മനസ്സിൽ കൂടി കാണാത്ത തരത്തിലുള്ള ഒരു സ്റ്റെപ്സൊക്കെയാണ്. നാളെ ചിലപ്പോൾ ഈ ചൈനീസ് പ്രോഡക്റ്റ് ഒന്നും വേണ്ട വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോൺസിനൊക്കെ എടുത്തവർ ഇത്തിരി കുടുങ്ങും. കാരണം എന്താ വെച്ചാൽ സർവീസും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധ്യത കുറവാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേരാണ് ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നത്, ഒരുപാട് പേർക്കാണ് തൊഴിൽ അവസരങ്ങളൊക്കെ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ നാളെ ചിലപ്പോൾ ഇനി ചൈനീസ് പ്രോഡക്റ്റ് ഒന്നും ഇവിടെ പറ്റില്ല എന്നൊരു നിയമം വരികയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ചുറ്റലാവും എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കുറച്ചൊക്കെ വെയിറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുമെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്ത് എടുക്കുക. അല്ല പെട്ടെന്ന് തന്നെ എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ 12,000 രൂപയ്ക്ക് ഈ ഒരു ഫോൺ തന്നെ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നമ്മൾ അതിനൊരു റിപ്ലൈയും തരുന്നതായിരിക്കും. ഇതേപോലെ എല്ലാവരിലേക്കും എത്തുന്ന പോലെ ഒരു വീഡിയോയും ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇതോടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ല വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.